കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തവാർത്ത കേട്ടുണർന്നിട്ട് 24 മണിക്കൂർ പിന്നിടുകയാണ്. കുത്തിയൊഴുകിയെത്തിയ മലയും മലവെള്ളവും ഗതിമാറിയൊഴുകിയ പുഴയും ഒരു ഗ്രാമത്തെ ഇല്ലാതാക്കി. സംഹാര രൂപം പൂണ്ട ഉരുൾ മനുഷ്യജീവനുകളെടുത്ത് നമ്മുടെ നാടിന്റെ ഉള്ളുലച്ചു കളഞ്ഞു. ഉരുൾപൊട്ടലുകൾ അനവധി കണ്ടവരാണ് നമ്മൾ. പക്ഷേ ഇത്തരമൊരു ദുരന്തം ആരും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷയും സ്വപ്നങ്ങളുമായി ഉറങ്ങാൻ കിടന്നവർ നിത്യമായ നിദ്രയിലേക്ക് വീണുപോയി. മരണത്തിന്റെ മരവിപ്പിലും തരിച്ചു നിൽക്കുന്ന മുഖങ്ങളാണ് നമുക്ക് ചുറ്റിലും. കുടുംബമൊന്നാകെ മണ്ണിൽ പുതഞ്ഞുപോയവർ, ഒരു ജീവിതകാലത്തെ അധ്വാനം കൊണ്ട് കെട്ടിപ്പൊക്കിയ വീടിന്റെ തറക്കല്ല് മാത്രം ശേഷിച്ചവർ, ഉറ്റവർ ജീവനോടെയുണ്ടോ എന്ന് പോലും അറിയാത്തവർ, എന്തു ചെയ്യണമെന്നറിയാതെ നിലവിളിക്കാൻ ശബ്ദമുയരാതെ അവർ നിസ്സഹായരായി നിൽക്കുന്നു. 20 കിലോമീറ്റർ അകലെ നിന്ന് പോലും മൃതദേഹങ്ങൾ ലഭിച്ചു. മുണ്ടക്കൈയിലെ ജലബോംബുണ്ടാക്കിയ പ്രകമ്പനം കേരളം മുഴുവൻ അലയടിച്ചു. എത്ര പേർ ഇനിയും ആ മണ്ണിനടിയിലുണ്ട്? എത്ര ജീവനുകൾ നമുക്ക് നഷ്ടമായി? ഇനി എത്ര പേരെ രക്ഷിച്ചെടുക്കാനാകും അറിയില്ല. ഇന്നലെ വരെ കാഴ്ചയുടെ വിരുന്നൊരുക്കിയ ഇടമാണ്. മനോഹരമായൊരു തിരശീല പോലെ ഗ്രാമത്തിന് പിന്നിൽ തല ഉയർത്തി നിന്ന ചൂരൽമല ഒരൊറ്റ നിമിഷത്തിൽ എല്ലാം തകർത്തെറിയപ്പെട്ടു. പ്രാണൻ കയ്യിലെടുത്ത് മറ്റെല്ലാം കൈവിട്ട് അവർ ഓടി. ആ ഓട്ടത്തിൽ പലരും വീണുപോയി, മണ്ണിലും ചെളിയിലും പുതഞ്ഞുപോയി. തോരാമഴയ്ക്കും മരം കോച്ചുന്ന തണുപ്പിനും മരണത്തിന്റെ ഗന്ധമായിരുന്നു. സൂര്യൻ ഉദിച്ചപ്പോഴും അവിടെ ഇരുട്ട് തന്നെ നിറഞ്ഞു നിന്നു, ആശങ്കയുടെ ഇരുൾ. മുണ്ടക്കൈ ഇനി ചരിത്രമാണ്, നാമാവശേഷമായ ചരിത്രം. പക്ഷേ അങ്ങനെ ആ നാടിനെ കൈവിടാൻ നമുക്കാകില്ല. കൈപിടിച്ചുയർത്തണം. മലയാളികൾ അന്നും ഇന്നും എന്നും ഒറ്റക്കെട്ടാണ്. കരളുറപ്പോടെ കൈപിടിക്കും. ഇത് കേരളത്തിന്റെ ഉറപ്പ്.